വന്യമൃഗ ശല്യം തൃശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമാകുകയാണല്ലോ ഇപ്പോൾ ചേലക്കരയ്ക്ക് പിന്നാലെ വാഴക്കോടും കാട്ടാന ഇറങ്ങി എന്നുള്ള റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇന്നലെ ചേലക്കരയുടെ വിവിധ ഭാഗങ്ങളിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി വലിയ രീതിയിലുള്ള പരിഭ്രാന്തി സൃഷ്ടിച്ചിരുന്നു. കഴിഞ്ഞ രാത്രി ആറ്റൂരിൽ ഇറങ്ങിയ ഒറ്റയാൻ ബൈക്ക് യാത്രികനെ ആക്രമിച്ചിരുന്നു. അപ്പോൾ ഇതിനിടയിലാണോ വീണ്ടും കാട്ടാനയുടെ സാന്നിധ്യം ഇപ്പോൾ കാണുന്നത്? ചേലക്കരയിൽ ഇന്നലെ രാത്രി 9:30 തുടങ്ങിയ ആ ഒരു കാട്ടാന ഭീതി അല്ലെ കാട്ടാനയുടെ ശല്യം ഇന്ന് പുലരുവോളം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ കൂട്ടമായിട്ടാണ്, അതായത് ചേലക്കരയിൽ ഒരു സ്ഥലത്ത് ഒറ്റയാൻ ഇറങ്ങുന്നു, അത് ബൈക്ക് യാത്രികനെ ആക്രമിക്കാനുള്ള ശ്രമം നടത്തുന്നു. തുടർന്ന് ബൈക്ക് ഉപേക്ഷിച്ച് ആ യാത്രികൻ രക്ഷപ്പെട്ടതിനാൽ, മണലൂരിൽ നിന്ന് രക്ഷപ്പെട്ടതിനാൽ മറ്റ് അത്യാഹിതങ്ങളൊന്നും സംഭവിക്കാതെ അദ്ദേഹം രക്ഷപ്പെട്ടു. എന്നാൽ ഈ മണലൂരിൽ അല്ലെങ്കിൽ ഈ പ്രദേശത്ത് വന്ന് വനവകുപ്പ് പരിശോധന നടത്തുന്നതിനിടയിലാണ് ചേലക്കരയിലെ മറ്റ് പ്രദേശങ്ങളിലടക്കം വലിയ തോതിൽ കാട്ടാന കൂട്ടമിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ചേലക്കര വാഴക്കോടാണ് കാട്ടാനയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്. അതായത് നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ 7ലധികം കാട്ടാനകൾ ഒന്നിച്ച് ഒരു പ്രദേശത്തേക്ക് എത്തുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് പ്ലായി സംസ്ഥാനപാത അടക്കം ഉപരോധിച്ചുകൊണ്ട് വലിയൊരു സമരവും നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതായത് 9:30 ആരംഭിച്ച സമരം രാത്രി 12 മണിക്ക് ശേഷവും നാട്ടുകാരുടെ നേതൃത്വത്തിൽ തുടർന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് വനംവകുപ്പ് എത്തി ഒരു ഭാഗത്തു നിന്ന് കാട്ടാനെ തുരത്തി ഓടിക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വനത്തിനുള്ളിൽ നിന്ന് കാട്ടാന കൂട്ടമായിട്ട് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നു. അതേപോലെ തന്നെ വീടുകളുടെ മതിലുകളടക്കം തച്ചുടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത്തരത്തിൽ ചേലക്കര ഒന്നാവെ ഇന്നലെ രാത്രി മുഴുവൻ ഈ ആനപ്പേടിയിൽ, ആനഭയത്തിൽ കഴിച്ചുകൂട്ടേണ്ട ഒരു സാഹചര്യമായിരുന്നു. ഇന്ന് രാവിലെയും അവിടെ കാട്ടാനയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചേലക്കരക്കാർ ആവശ്യപ്പെടുന്നത് ഈ കാട്ടാന ശല്യം, വന്യമൃഗ ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടി ശാശ്വതമായിട്ടൊരു സംവിധാനം ഇവിടെ ഏർപ്പെടുത്തണമെന്നാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഈ പ്രദേശത്തൊക്കെ കാട്ടാനയുടെയും അതേപോലെ തന്നെ കാട്ടുപന്നിയുടെയും ശല്യം കൊണ്ട് ഈ കരകൃഷി അടക്കം വ്യാപകമായിട്ട് നശിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ പലരും ഇതിനോടകം തന്നെ കരകൃഷി എന്നൊക്കെ ഉൾവലിഞ്ഞിട്ടുണ്ട്. അവർ കൃഷി ഉപേക്ഷിക്കേണ്ട സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സാഹചര്യം നിലനിൽക്കെ ഈ ചേലക്കരയിൽ പതിവായിട്ടുണ്ടാവുന്ന കാട്ടാന ശല്യത്തിന് തടയിടുന്നതിന് വേണ്ടി വനംവകുപ്പിന്റെയും ഒപ്പം തന്നെ സർക്കാരിന്റെയും ഭാഗത്ത് നിന്ന് അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇന്നലെ രാത്രി റോഡ് ഉപരോധിച്ചപ്പോഴും DFO അടക്കമുള്ള ഉദ്യോഗസ്ഥർ, ജില്ലാ കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് എത്തണമെന്ന ആവശ്യവുമായിട്ടാണ് അവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാർ അടക്കമുള്ളവർ, നാട്ടുകാർ ഒന്നിച്ച് സംഘടിച്ച് പ്ലായി സംസ്ഥാനപാത ഉപരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും നിലവിൽ ഇന്നും പ്രതിഷേധങ്ങൾ അവിടെ തുടരുന്നുണ്ട്. കാരണം ഇന്ന് രാവിലെയും അവിടെ ആനയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. സാധാരണ നിലയിൽ ഒറ്റയാനാണ് അവിടെ വരാറുള്ളത്, ഒരാന മാത്രമേ കാണാറുള്ളൂ. ആ സമയത്ത് വളരെ എളുപ്പത്തിൽ പടക്കമൊക്കെ പൊട്ടിച്ച് കാട്ടാനകളെ കാട്ടിന് ഉൾവലത്തിലേക്ക് തുരത്തി ഓടിക്കാൻ സാധിക്കാറുണ്ട്. എന്നാൽ ഇന്നലെ അങ്ങനെയല്ല സംഭവിച്ചത്. കൂട്ടമായ ആന എത്തിയതിനാൽ ജനങ്ങളും പരിഭ്രാന്തരായിരുന്നു. വനം വകുപ്പിന് കൃത്യമായിട്ട് ഇത് പ്രതിരോധിക്കാൻ സാധിച്ചില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ജനങ്ങളുടെ നേതൃത്വത്തിൽ വലിയ സമരവും ഒക്കെ ഉണ്ടായത്. എന്തായാലും നിലവിൽ ഇന്ന് വനവകുപ്പിന്റെ നേതൃത്വത്തിൽ ആ പ്രദേശത്തെ പരിശോധനയൊക്കെ നടത്തുന്നുണ്ട്. ഈ കാട്ടാനെ ഇറങ്ങാതിരിക്കാനായിട്ടുള്ള നടപടികൾ എങ്ങനെ ഏകോപിപ്പിക്കണമെന്ന അടക്കമുള്ള കാര്യങ്ങൾ DFOയുടെ നേതൃത്വത്തിൽ ഇന്ന് ചർച്ചയും നടക്കുന്നുണ്ട്. ശരി, സാനു കെ സജീവാണ് വിവരങ്ങൾ നൽകിയത്.